നമുക്ക് സമഗ്രജ്ഞാനം ജ്ഞാനമുണ്ട്. ഇത് പൂവാണോ മറ്റേ പൂവാണോ ഇതാണ് ഒക്കെ ആ ജ്ഞാനമുണ്ട്. പക്ഷേ സമഗ്രജ്ഞാനമല്ലേ, എന്തുകൊണ്ട് ഇത് ചെറുത് അത് വലുത്, എന്തുകൊണ്ട് ഇത്ര സമയം എടുക്കുന്നു, ആ ഡീറ്റെയിൽസ് നമുക്കറിയില്ല. ആ പൂർണ്ണമായ ജ്ഞാനം എടുത്താണ് ജ്ഞാനം, സമഗ്രജ്ഞാനം. അതാണ് ഭഗ എന്നുള്ള പറയുന്നത് മൂന്നാമത്തെ അർത്ഥം. നാലാമത്തത് നമ്മൾ കണ്ടു സമഗ്ര ഐശ്വര്യം, സമഗ്ര ശ്രീ, സമഗ്ര ജ്ഞാനം. നാലാമത്തത് സമഗ്ര വൈരാഗ്യം. വൈരാഗ്യം എന്നുള്ള വാക്ക് രാഗ എന്ന് പറഞ്ഞാൽ എനിക്കത് ഐ വോണ്ട് ദാറ്റ്, ഈ ഒരു ലോങ്ങിങ് എന്നാണ് രാഗം എന്ന് പറയുക. വിരാഗം എന്ന് പറഞ്ഞാൽ എനിക്കിത് ഇതില്ല, 99 ഉണ്ടോ, ഒന്ന് കിട്ടിയില്ലെങ്കിൽ അയ്യോ അത് കിട്ടിയില്ലല്ലോ എന്നുള്ള ഒരു എപ്പോഴും അസ്വസ്ഥ ഉണ്ടാവും. ഈശ്വരൻ എന്ന് പറയുന്നത് സമഗ്ര വൈരാഗ്യം. എനിക്ക് അവിടെ സൂചിപ്പിക്കുന്നത് പൂർണ്ണത്വമാണ്. എനിക്ക് നേടാനായിട്ടൊന്നുമില്ല. ഏത് മനുഷ്യനായി കഴിഞ്ഞാൽ, എത്ര ധനികനായി കഴിഞ്ഞാൽ, എത്ര ശക്തനായി കഴിഞ്ഞാലും ഈ രാക്ഷസന്മാർ ഹിരണ്യകശിപന് എല്ലാം ഉണ്ടെങ്കിലും അവനൊരു ഉള്ളിലൊരു അസ്വസ്ഥ ഉണ്ട്, എനിക്ക് കിട്ടിയില്ല എന്നല്ല. എനിക്ക് ഒരു ശല്യപ്പെടുത്താൻ ഒരു വിഷ്ണു എവിടെയുണ്ട്, എപ്പോഴും ഒരു അസ്വസ്ഥയുണ്ട്. നേരെ മറിച്ച് ഈശ്വരൻ ഒരിക്കലും അസ്വസ്ഥ ഉണ്ടാവില്ല. ഈശ്വരൻ പൂർണ്ണത്വം അതാണ് സമഗ്ര വൈരാഗ്യം. അത് പറയാൻ സമഗ്ര വൈരാഗ്യം പൂർണ്ണത്വമാണ്. ഇപ്പം നാല് കണ്ടു. ഐശ്വര്യം, ശ്രീ, ജ്ഞാനം, വൈരാഗ്യം. അഞ്ചാമത്തത് യശസ് എന്ന് പറഞ്ഞാൽ കീർത്തി, നെയിം ആൻഡ് ഫെയിം. ഏറ്റവും ഇത് കീർത്തിയുള്ളതാണ് പരമേശ്വരൻ എന്ന് പറയുക. അവിടെ നമ്മൾ ഇത് ഏറ്റവും കീർത്തിയിൽ എന്തിനാണ്? അവിടെയും ആനന്ദസ്വരൂപനാണ്. ആനന്ദസ്വരൂപം. നമുക്ക് ആരോട് ചോദിച്ചു കഴിഞ്ഞാലും എനിക്കെന്ത് വേണം എന്ന് വെച്ചാൽ ഒടുവിൽ എനിക്ക് വേണ്ടത് ആനന്ദമാണ്. അവിടെ ഇത് യശസ് എന്നൊരു വാക്കുണ്ട്. പിന്നെ ഒരു സ്ഥലത്ത് വശ എന്നൊരു വാക്കും കേട്ടിട്ടുണ്ട്. വശ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം വേറെ സ്ഥലത്ത് വായിച്ചിട്ടുണ്ട്. അവിടെ വശം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരുന്നു കൊണ്ട് ഈ പ്രപഞ്ചത്തിലെ എല്ലാ ഭൂഗോളങ്ങളും ഈ പ്രപഞ്ചത്തിലെ എല്ലാ ഗോളങ്ങളെയും നക്ഷത്രങ്ങളെയും ആകർഷിക്കാൻ ശക്തി, അതിനെ വശ എന്ന് പറയും. ഒരു വേറെ സ്ഥലത്ത് വായിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ സാധാരണ എന്ന് അറിയപ്പെടുന്നത് യശസ് എന്നാണ്. അപ്പോൾ എല്ലാവരും ആരെ കീർത്തിക്കുന്നു, എല്ലാവരും ആരെ ആശ്രയിക്കുന്നു, അതാണ് ഇവിടെ യശസ് എന്നുള്ളത്. ഏറ്റവും നല്ല എക്സാമ്പിൾ നമ്മൾ അമ്മയാണ്. കാരണം നമ്മൾ ഒരു 5 അടി പൊക്കമുള്ള ഒരു സ്ത്രീയാണ്. നമ്മൾ ബ്രേക്കില്ലാതെ ഒരു ഓട്ടം ഓടുന്നില്ലേ? ഇവർക്ക് എന്താ കാരണം എന്ന് ആർക്കും അറിയില്ല. ചോദിച്ചാൽ എന്തിനാ ഓടുന്നത് അറിയില്ല. അമ്മയെ കണ്ടാൽ നമ്മളങ്ങ് ഓടും, ബ്രേക്കില്ലാതെ ഓടും. അത് ആ പൂർണ്ണത്വം അവിടെ കാണുന്നത്. അവസാനത്തത് ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് സമഗ്ര വീര്യം, പൂർണ്ണമായ ശക്തി, ബലം. ഈ 6 കൂടിയതാണ് ഭഗ എന്ന് പറയുക. അതായത് ഐശ്വര്യം, ശ്രീ, ജ്ഞാനം, വൈരാഗ്യം, യശഃ, വീര്യം. ഈ 6 കാര്യങ്ങൾ ആർക്കുണ്ടോ ഈ 6 കാര്യങ്ങൾ ഭഗ എന്ന് പറയാം. ഈ ഭഗ ആർക്കുണ്ടോ ആ വ്യക്തിയാണ് ഭഗവാൻ അഥവാ ഭഗവതി എന്ന് പറയാം. അങ്ങനെയാണ് നമ്മുടെ അമ്മയെ ഭഗവതി എന്ന് വിളിക്കുമ്പോൾ ഇങ്ങനെ നമ്മുടെ അമ്മയെ അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മുടെ സയൻറ്റിസ്റ്റ് നമുക്ക് ഈ പ്രപഞ്ചത്തിലെ പല ലോസ് ഓഫ് ക്രിയേഷൻ നമുക്കറിയാൻ സാധിക്കും. ഇന്നിങ്ങനെ നിയമങ്ങളുണ്ട്. ലോ ഓഫ് ഗ്രാവിറ്റേഷൻ, പല നിയമങ്ങളുണ്ട്. ഈ നിയമങ്ങൾ നമ്മൾ പഠിച്ചെടുത്തു. പക്ഷേ ഈ നിയമങ്ങൾ ഇത് ആര് സൃഷ്ടിച്ചു എന്നാണ് ചോദ്യം. ആ സൃഷ്ടാവാണ്, ഈ നിയമങ്ങളുടെ സൃഷ്ടാവാണ് നമ്മുടെ ഭഗവാൻ, ഭഗവതി എന്ന് പറയാൻ കാരണം. അപ്പോൾ നമ്മൾ ഇത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇത് ഇൻട്രസ്റ്റിംഗ് വളരെ ഇതായിട്ട് ഒരു കാര്യം ഞാൻ വായിച്ചു. Many reasons why the 7 reasons why scientists believe in God. അതിൽ ചില ഞാൻ പറയാം. ഇത് 7 കാരണങ്ങൾ എന്തുകൊണ്ട് സയൻറ്റിസ്റ്റുകൾ ഈശ്വരനെ വിശ്വസിക്കുന്നു എന്നൊരു ഇതാണ്. അപ്പോൾ അവർ പറയുന്നത് ബിഹൈൻഡ് ദിസ് ക്രിയേഷൻ ദർ ഇസ് ബ്രില്യൻറ്റ് എൻജിനീയറിംഗ് ഇൻ്റലിജൻസ്. സയൻറ്റിസ്റ്റുകൾ പറയാണ് behind this creation of this universe, there is brilliant എൻജിനീയറിംഗ് ഇൻ്റലിജൻസ്. കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, കുറച്ച് എണ്ണാവുന്ന കാര്യങ്ങളും പറയാം. ഒരു കാരണം പറയാം, നമ്മുടെ ഈ റൊട്ടേഷൻ, ഈ ഭൂമിയുടെ റൊട്ടേഷൻ, ഭൂമിയുടെ കറക്കം, അതിൻ്റെ സ്പീഡ് 1000 km/h ആണ്. 1000 km/h ഇതിങ്ങനെ കറങ്ങുന്നത്. അങ്ങനെ കറങ്ങുന്നതുകൊണ്ട് ഈ 1000 km/h ഈ വേഗത്തിൽ ഇത് കറങ്ങുന്നതുകൊണ്ട് നമ്മുടെ ഒരു പകല് 12 മണിക്കൂറും ഒരു രാത്രി 12 മണിക്കൂർ, അങ്ങനെ 24 മണിക്കൂറിൽ ഒരു കറക്കം ഇങ്ങനെ കറങ്ങി 1000 km/h. ഇതിന് 1000 km അതിന് പകരം 100 km എന്നിരിക്കട്ടെ, എന്ത് സംഭവിക്കും? ഒരു പകല് 120 മണിക്കൂർ ഇരിക്കും. അപ്പോൾ ഈ ഒരു നീണ്ട ഒരു പകല് കൊണ്ട്, ചൂട് കൊണ്ട് ഈ ഭൂഗോളത്തിലെ എല്ലാ ജീവികളും നശിച്ചു പോകും.
ഇനി എന്തെങ്കിലും അവശേഷിക്കുകയാണെങ്കിൽ പിന്നെ ഈ നീണ്ടു നിൽക്കുന്ന ഈ പകലിന് ശേഷം വരുന്ന ഒരു 120 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന രാത്രിയിൽ അല്ല മരവിച്ച് എല്ലാം ചത്തുപോകും. അതുകൊണ്ട് ഒരു പകലും ഒരു രാത്രിയും കൊണ്ട് 1000 കിലോമീറ്ററിന് പകരം 100 കിലോമീറ്റർ ആയിരുന്നെങ്കിൽ ഒരു പകലും ഒരു രാത്രിയും കൊണ്ട് ഈ ഭൂഗോളത്തിലെ എല്ലാ ജീവികളും നശിച്ചു പോകുമായിരുന്നു. അതുകൊണ്ട് ഈ കറക്റ്റ് റൊട്ടേഷൻ്റെ കറക്റ്റ് സ്പീഡ് ടോപ്പ് സയൻറ്റിസ്റ്റ് പറയണം. രണ്ടാമതായിട്ട് പിന്നെയൊരു കാരണം പറയാം. അവർ പറയുന്നത് ദി എർത്ത് ആക്സിസ് ഇസ് ടിൽറ്റഡ് അറ്റ് ആൻ ആംഗിൾ ഓഫ് 66.5 ഡിഗ്രീസ്. ഇങ്ങനെയല്ല അത് ഇങ്ങനെ പോകുന്നത് ഇങ്ങനെയുള്ള അത് ഇങ്ങനെ ഈ 66.5 ഡിഗ്രീസ് പകരം അത് ഇങ്ങനെ ആയിരുന്നെങ്കിൽ 90 ഡിഗ്രീസ് ആയിരുന്നെങ്കിൽ എന്ത് സംഭവിക്കും? ഈ സൂര്യൻ്റെ രശ്മി ഈ ഇക്വേറ്ററിന് അടിച്ചുകൊണ്ട് ഇത് സ്റ്റീം ഇങ്ങനെ ഇതായിട്ട് ഇത് നോർത്ത് പോളിലും സൗത്ത് പോളിലേക്ക് പോയിട്ട് ഇത് ഐസ് കട്ടെന്ന് ഇങ്ങനെ വന്ന് കൂടുതൽ വന്നു കഴിഞ്ഞ് ജീവരാശികളെല്ലാം നശിച്ചു പോകും. അതുകൊണ്ട് ഇങ്ങനെയുള്ളത് കൊണ്ടാണ് നമുക്ക് ഈ ഭൂലോകത്തിൽ ജീവികൾക്ക് ജീവിക്കാൻ സാധിക്കുന്നത് എന്നാണ് അത്. പിന്നെ ഭൂമിയും ചന്ദ്രൻ്റെ ഇത്രയും കൂടെ അടുത്തായിരുന്നെങ്കിൽ ഇത് ഏറ്റവും കടൽ കയറി എല്ലാം ഇല്ലാതായിപ്പോവും. ചന്ദ്രനത്തിൻ്റെ അകലെയാണെങ്കിൽ അത് നശിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ സൂര്യൻ ഇത്രയും കൂടെ അടുത്തായിരുന്നെങ്കിൽ ജീവരാശികൾ ജീവിക്കാൻ പറ്റില്ല. സൂര്യൻ ഇത്രയും അകലെയാണെങ്കിൽ തണുപ്പ് കൊണ്ട് മരിച്ചു പോകും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർ സയൻറ്റിസ്റ്റുകൾ എണ്ണി കാണിച്ചിട്ട് പറഞ്ഞു. ഇത്രയും കാര്യങ്ങളുള്ളത് കൊണ്ടാണ് therefore we cannot say that life on earth is an accident എന്ന് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. We cannot say that life on earth is an accident. Life has been created by the brilliant engineering intelligence എന്ന് സയൻറ്റിസ്റ്റുകൾ പറയണം. പിന്നെ ഒരു ചോദ്യം ചോദിക്കുകയാണ് who created instinct into the otherwise helpless animals? നമ്മുടെ മറ്റും പക്ഷിമൃഗാദികൾക്ക് അതിൽ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ട്. ആ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ഉള്ളതുകൊണ്ടാണ് അത് ജീവിക്കാൻ സാധിക്കുന്നത്. ആ ഇൻസ്റ്റിങ്ക്റ്റ് അതിന് ഒന്നും പഠിപ്പിക്കാതെ അതിന് അറിയുന്നുണ്ട്. അത് ഒരു എക്സാമ്പിൾ നമ്മുടെ ഈ പാസിഫിക് സാഗരത്തിൽ ഏറ്റവും ശാന്തസമുദ്രത്തിൽ അവർ പറയുകയാണ്, ഈ ഒരു മത്സ്യം ഈ പാറകളിൽ പോയിട്ട് മുട്ടയിട്ടിച്ച് അത് പോവാണ്. ഈ ചില മത്സ്യങ്ങൾ എത്രയോ 1000 കിലോമീറ്റർ അത് തിരിച്ച് പോകും. ഈ മുട്ട വിരിഞ്ഞു കഴിഞ്ഞാൽ ഈ മത്സ്യങ്ങൾ നേരെ തലയെടുത്ത് പോകുമെന്ന് പറയുന്നവർ, ഇത് സയൻറ്റിസ്റ്റ് കണ്ടുപിടിച്ചാണ്. അതുപോലത്തെ നമ്മുടെ ശാസ്ത്രത്തിൽ പറയുന്ന ഒരു നല്ല കാര്യമുണ്ട്. നമ്മുടെ ഈ ഒരു വ്യക്തി ഒരു കർമ്മം ചെയ്തു കഴിഞ്ഞാൽ ആ കർമ്മത്തിൻ്റെ ഫലം തന്നെ പിടിക്കും, ആൾ മാറിപ്പോയില്ല എന്ന് പറയുന്ന നല്ല ഉദാഹരണം പറയുന്നത് യഥാ ദേനു സഹസ്രേഷു വത്സോ ഗച്ഛതി മാത്രം തഥാ യച്ഛകൃതം കർമ്മ കർത്താരം അനുഗച്ഛതി എന്ന് പറയാണ്. അത് എപ്രകാരം നമ്മുടെ സ്വന്തം പശുവാന്ന് വിചാരിച്ചോ, ഒരു 1000 പശുക്കൾ ഉണ്ട്. ഈ കിടാവ് ഒക്കെ നമുക്ക് അയ്യോ എൻ്റെ പശു ഏതാണെന്ന് നമുക്ക് സംശയം തോന്നിപ്പോവും. ഈ കിടാവ് ഈ 1000 പശുക്കളിലുള്ളത് ഈ കിടാവ് നേരെ തലയിടത്തേക്ക് പോകും. യഥാ ദേനു സഹസ്രേഷു വത്സോ ഗച്ഛതി മാതരം എന്ന് പറയാണ്. ഈ കിടാവിന് ഒരിക്കലും മാറിപ്പോയില്ല. എൻ്റേതായത് 1000 പശുക്കളിൽ അതിന് കറക്റ്റായിട്ട് അതിന് തലയെടുത്ത് പോകുന്നത് മനുഷ്യന് സാധിക്കില്ല. അത് തഥാ യച്ഛകൃതം കർമ്മ കർത്താരം അനുഗച്ഛതി. എപ്രകാരം ഒരു കിടാവ് നേരെ 1000 പശുക്കൾ മാറിപ്പോകാതെ നേരെ തള്ളി പിടിക്കുമ്പോൾ, അതുപോലെ ഞാനൊരു കർമ്മം ചെയ്തു കഴിഞ്ഞാൽ ഭാവിയിൽ ആ കർമ്മഫലം മാറിപ്പോവില്ല. അപ്പോൾ ഞാനൊരു തെറ്റ് ചെയ്താൽ വേറെ ആളെ കയറി പിടിക്കില്ല. ഈ 1000 പേരുണ്ടെങ്കിൽ എന്നെ തന്നെ കയറി പിടിക്കും. അതാണ് ഒരു എക്സാമ്പിളായിട്ട് പറയണത്.